അല്ല, ഞാനേ വാഗ്ഭടാനന്ദനെ പറ്റി വായിച്ചിട്ടുണ്ട്. വാഗ്ഭടാനന്ദനെ പറ്റി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടേ. അപ്പം അങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ വാഗ്ഭടാനന്ദൻ കണ്ണൂരല്ലേ? കണ്ണൂരാണ് നാട്. പിന്നെ കണ്ണൂരാണ് അദ്ദേഹത്തിന്റെ അധികവും പ്രവർത്തനങ്ങളൊക്കെ. അപ്പം എന്നോട് കഴിഞ്ഞ മാസം വെങ്കിടി പറഞ്ഞു, ഇവിടെ വന്നപ്പം സുഹൃത്തായിട്ട് വന്നപ്പോ പറഞ്ഞു, അമ്മ വാഗ്ഭടാനന്ദൻ പറഞ്ഞ കാര്യങ്ങളോട് വളരെ താല്പര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഈ തിരുവിതാംകൂറിന്റെ ഈ ഭാഗത്ത് അങ്ങനെ അങ്ങനെ ഒരു അത്ഭുതമായി. അങ്ങനെ അതുകൊണ്ട് ചോദിച്ചതാണ്. വാഗ്ഭടാനന്ദൻ സംസ്കൃതം പഠിപ്പിക്കാനായിട്ടാണ് വന്നത്. ഇവിടെയോ? ഈ നാട്ടിൽ നിന്ന് ധാരാളം പേര് മലബാറിൽ പോയി സംസ്കൃതം പഠിച്ചു. സംസ്കൃതം പഠിച്ചു. അവരുടെ കൂടെ നാട്ടിലേക്ക് വന്നതാണ്. ഈ നാട്ടിലേക്ക് വന്നോ? വന്നു. ഇവിടെ അല്ല, എന്റെ വീട്ടിൽ വന്നു. വീട്ടില് വന്നിട്ടുണ്ടോ? ഉണ്ടുണ്ട്. എനിക്ക് ഒരു 7 വയസ്സുള്ളപ്പം വാഗ്ഭടാനന്ദൻ വീട്ടിൽ വന്നു. എന്നെ പിടിച്ച് മടിയിരുത്തി കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്, നല്ല ഓർമ്മ. അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. അതെന്താ വീട്ടില് വന്ന് അമ്മയുടെ അച്ഛൻ വല്ല അതുപോലെ? അച്ഛൻ ആത്മവിദ്യ എന്ന് പറഞ്ഞൊരു സമാജമുണ്ട്. ആത്മവിദ്യാസംഘം. ആത്മവിദ്യയുടെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. അച്ഛന്റെ പേരെന്താ? എഴിക്കൽ കൃഷ്ണൻ. എഴിക്കൽ കൃഷ്ണൻ. അങ്ങനെ വീട്ടിൽ വന്നാ അവിടെ തന്നെയല്ലേ ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരുപാട് ദിവസങ്ങൾ വന്ന് താമസിക്കുന്നു. സ്വാമി ബ്രഹ്മവ്രതൻ എന്ന് പറഞ്ഞിട്ട് ഒരാളൊക്കെ ഉണ്ട് പറയണ കേട്ടിട്ടുണ്ട്. ഈ വാഗ്ഭടാനന്ദന്റെ ശിഷ്യനാണ്, തോട്ടപ്പള്ളിക്കാരനാണ്. അതന്നെ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ആര്യഭടൻ, മംഗലത്തുകാരൻ. അതന്നെ. പിന്നെ പ്രവർത്തനത്തിനൊക്കെ നടന്നത് ദാമോദരദാസ്. അതെയോ? കൂടൊക്കെ നടന്ന് ഒത്തിരി കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ മല്ലപ്പള്ളി ആ ഭാഗത്തൊക്കെ പോയി ഒത്തിരി ഇതിന് പ്രചരണം നടത്തി. ദാമോദരദാസ്, പിന്നെ ബ്രഹ്മവ്രതൻ, ഇവരൊക്കെ അങ്ങനെ പോയി താമസിക്കുകയൊക്കെ ചെയ്തു. അമ്മയുടെ അച്ഛന് സംസ്കൃതം അറിയോ? അറിഞ്ഞുകൂടാ, എന്നാലും പക്ഷെ സാധാരണ മനുഷ്യൻ, അത്ര വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ല. എങ്കിലും ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തിനും കാര്യത്തിനൊക്കെ ഉള്ള ആളാണ്. അങ്ങനെയൊക്കെ ഇരുന്നു. അച്ഛന് കൃഷിയും കച്ചവടവും എല്ലാം ഉണ്ടായിരുന്നു. കൃഷിയും കച്ചവടവും എല്ലാ പണികളും ഉണ്ടായിരുന്നു. അപ്പം വാഗ്ഭടാനന്ദൻ വന്ന് താമസിച്ചിട്ടുണ്ട്. വാഗ്ഭടാനന്ദന്റെ ആദർശം തന്നെ ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നൊക്കെയാണ്. അതാണ് അവരുടെ ആത്മവിദ്യാസംഘത്തിന്റെ ഒരു മുദ്രാവാക്യം. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. പക്ഷെ അപ്പം അവര് ഈ വിഗ്രഹങ്ങളെ പൂജിക്കണതിനൊക്കെ എതിരല്ലേ? അങ്ങനത്തെ അതുപോലെ അങ്ങനെ ആരാധന പാടില്ല. അതുപോലെ ആചാരം, ഏകദൈവം അതല്ലേ അദ്വൈതമാണ്. അതുപോലെ നമ്മുടെ വീട്ടിലും അങ്ങനെ പൂജ, അങ്ങനെ അമ്പലത്തിൽ ഒന്നുമില്ല, ക്ഷേത്രങ്ങളിലൊന്നും പോകത്തില്ല. അങ്ങനെയാ? അമ്മയുടെ അമ്മ അങ്ങനെ തന്നെ? അമ്മയുടെ അമ്മ അത് തന്നെയായിരുന്നു. ഇപ്പോഴുള്ളവർക്കൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോകണം. ഹേമയൊക്കെ ആ പൂജകളൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കിടക്കുന്നവരാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. ഞാൻ ഇതുവരെയും ഒരു ക്ഷേത്രത്തിലും പോയിട്ടുമില്ല, ഒരു വിഗ്രഹത്തിന് മുമ്പിലും തൊടുത്തിട്ടുമില്ല. പക്ഷേ എന്നാലും ഈ ഒരു ഈശ്വരൻ മനസ്സിലുണ്ട്, ഈശ്വര വിശ്വാസം. അങ്ങനെയാണ്. പിന്നെ വാഗ്ഭടാനന്ദന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ട്? അങ്ങനെയല്ല, വാഗ്ഭടാനന്ദന്റെ പുസ്തകം എന്ന് പറഞ്ഞാല് വാഗ്ഭടാനന്ദൻ ഈ കേരളത്തിലെ പല സ്ഥലത്തും നടത്തിയ പ്രസംഗങ്ങളുടെ ഒരു സമാഹരിച്ചിട്ട് വാഗ്ഭടാനന്ദന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. അതുണ്ട് എന്റെ കയ്യിൽ. അത് ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. വാഗ്ഭടാനന്ദൻ ഇങ്ങനെ അങ്ങ് മലബാർ തൊട്ട് കേരളത്തിന്റെ മധ്യ തിരുവിതാംകൂർ വരെ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് അദ്ദേഹം മരിച്ചു. പിന്നെ വാഗ്ഭടാനന്ദനെ പറ്റി പലതരത്തിലുള്ള ആൾക്കാർ വാഗ്ഭടാനന്ദന്റെ പ്രചരണങ്ങൾ മിക്കവാറും മധ്യ തിരുവിതാംകൂർ വരെ ആയുള്ളൂ. എങ്കിലും ഒരിക്കൽ ശ്രീനാരായണ ഗുരുവായിട്ട് വർക്കല പോയി ശ്രീനാരായണ ഗുരുവായിട്ടൊരു തർക്കമൊക്കെ നടന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു, അവിടെ നിന്ന് വിഗ്രഹാരാധന പാടില്ലെന്നാണല്ലോ പറയുന്നത്, പിന്നെ എന്തുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി എന്നല്ല ചോദിച്ചപ്പോൾ പറയുന്നത്, സ്വാമി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിനെ ഏകീകരിച്ച്
ദൈവത്തെ തളർപ്പിക്കാനൊക്കത്തില്ല. അതെ അതെ. അതുകൊണ്ട് ഇങ്ങനെ വിഗ്രഹങ്ങളിൽ കൂടെ കണ്ടിട്ട് അവസാനം കണ്ണാടി പ്രതിഷ്ഠ ചെയ്യും. അപ്പം കണ്ണാടിയിൽ കൂടെ കാണുന്ന നമ്മളെ തന്നെയാണ്, മറ്റിടത്ത് പോയാലും നമ്മളെ തന്നെയാണെന്നുള്ളത് വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോ നാരായണ ഗുരുവിന്റെ ആശയങ്ങളില് എന്താ ഇവിടെ ഒന്നും നാരായണ ഗുരുവിന് വലിയ സ്വാധീനമില്ലേ? ഉണ്ടല്ലോ. എന്നാലും ഇപ്പം പക്ഷേ വാഗ്ഭടാനന്ദന്റെ അത് മാറി, പ്രചരിപ്പിക്കാനാണില്ല. ആത്മവിദ്യയാ പ്രചരിപ്പിക്കാനാണില്ല. ഇപ്പൊ ഉണ്ട്, കൂടുതലും മലബാർ ഭാഗത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ ഉണ്ടെന്ന് എല്ലായിടമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എന്നെ പോലുള്ളവരൊക്കെ. അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഭാഗത്ത്, പിന്നെ മാത്രല്ല ഇന്ന് ആകെ ഉണ്ടായിരുന്നത് സുകുമാർ അഴീക്കോടാണ് വാഗ്ഭടാനന്ദന്റെ ശിഷ്യനായിട്ട്. അദ്ദേഹം മരിച്ചുപോയല്ലോ. പിന്നെ വേറെ ആരും വാഗ്ഭടാനന്ദന്റെ അനുയായിയാണ് ആരും പറയാറില്ല. പിന്നെ ഉണ്ടല്ലോ വീരേന്ദ്രകുമാർ പറയുന്നു. ഇതൊക്കെ ഉണ്ട്. ഇവിടെ കവലയിൽ മധുസൂദന്റെ മരുമകൻ ഒരു ഡോക്ടറുണ്ട്. അവർക്കൊക്കെ അവരിപ്പം വരുമ്പോഴും ഇവിടെ അതിന്റെ സമ്മേളനമൊക്കെ അവിടെ ഉള്ളപ്പോൾ പോവുകയും അതിനുള്ള പൈസയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് നാരായണ ഗുരുവിന്റെ ആശയങ്ങളെക്കാൾ കൂടുതൽ വാഗ്ഭടാനന്ദന്റെ ആശയങ്ങളോടാണ്. രണ്ടുപേരും രണ്ട് വഴിയാ. വഴി ഒന്ന് തന്നെ ആണെങ്കിലും വ്യത്യാസമുണ്ട്. വാഗ്ഭടാനന്ദൻ എന്ന് പറഞ്ഞാൽ വേദവിത്താണ്. ശ്രീനാരായണ ഗുരു കുറെ ലളിതമായ രീതിയിൽ ആൾക്കാരോട് പെരുമാറി. വലിയ സംസ്കൃതങ്ങളൊന്നും, എന്നാൽ സംസ്കൃതമുണ്ട്, വളരെ ലളിതമായ രീതിയിലാണ് ആൾക്കാരുമായിട്ട് പെരുമാറുന്നത്. പിന്നെ വാഗ്ഭടാനന്ദൻ അത്രയല്ല. വാഗ്ഭടാനന്ദൻ വേദവിത്താണ്. അദ്ദേഹം പിന്നെ ഒരുപാട് ഇങ്ങനെ ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ അവസരം ഉണ്ടായില്ല. മരിച്ചുപോയി. അമ്മയ്ക്ക് അപ്പൊ ഇതൊക്കെ ആരെ പറഞ്ഞ? നമ്മുടെ അച്ഛൻ പറഞ്ഞു തന്നതാ വാഗ്ഭടാനന്ദന്റെ കാര്യങ്ങളൊക്കെ? ഈ അല്ല, അദ്ദേഹത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ എനിക്ക് കുറച്ച് ഇച്ചിരിയൊക്കെ ഓർമ്മയാകുമ്പോഴൊക്കെ അദ്ദേഹം ഉണ്ട്. 7 വയസ്സുള്ളപ്പോഴേ വന്ന് വീട്ടിലൊക്കെ വന്നതാണെങ്കിലും അത് കഴിഞ്ഞ് എനിക്കൊരു 14-15 വയസ്സാകുന്നവരൊക്കെ അദ്ദേഹമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് വലിയ മീറ്റിംഗ് 2-3 ദിവസം അടുപ്പിച്ചാണ്. വലിയ പന്തലൊക്കെ ഇട്ട് പന്തലിനകത്തിരുന്ന് 2-3 ദിവസം അടുപ്പിച്ച് വാദവരാതെ പ്രസംഗിച്ച് കളയുന്നു. പിന്നെ വാർത്ത സംസാരിക്കാൻ തുടങ്ങിയാൽ നിർത്തത്തില്ല. ഒരൊറ്റ സൂര്യന് എങ്ങനെന്ന് പറയും, ഈ രാജ്യം മുഴുവൻ പ്രകാശം കാണിക്കാമെങ്കിൽ ഒരു ദൈവത്തിന് കാണിച്ചുകൂടാന്നൊക്കെ പറയും. ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നെ പ്രസംഗത്തിൽ അങ്ങനല്ല, ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് വലിയ സമ്മേളനമൊക്കെ കൂടൂല്ലേ? പിന്നെ ഇവിടെ ഈ ഈ അക്കരെ വലിയ പന്തലിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം വരും. പിന്നെ ഇവിടെ തന്നെയല്ല, കരുവാറ്റ സമുദായത്തിൽ മാധവൻ നിറ്റാൻ, രാമൻ നിറ്റാൻ, പിന്നെ കലവറ കൃഷ്ണപിള്ള, അങ്ങനെ പല ഭാഗത്തും ധാരാളം പേര് ഉണ്ട്. അന്ന് ആത്മവിദ്യയുടെ വലിയ പ്രചരണമായിരുന്നു. അവരുടെ ഒരു പത്രം ഉണ്ടായിരുന്നല്ലോ, ആത്മവിദ്യ പോഷിണി, കണ്ടിട്ടുണ്ടോ? ആത്മവിദ്യ പോഷിണി എന്നുണ്ട്. പിന്നെ ആത്മവിദ്യ കാഹള, അങ്ങനെ എന്തോ മാസികയൊക്കെ പിന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആധ്യാത്മിക യുദ്ധം, പിന്നെ ആത്മവിദ്യ, ആധ്യാത്മിക യുദ്ധം, പിന്നെ അങ്ങനെ കുറെ പുസ്തകങ്ങൾ അദ്ദേഹത്തെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ നാരായണ ഗുരുവിന്റെ അനുയായികളും ഇദ്ദേഹത്തിന്റെ സമ്മേളനത്തിന് പോവോ? നാരായണ ഗുരുവിന്റെ വലിയ പ്രചരണം ഇല്ലെന്ന് ഇല്ലേ? നാരായണ ഗുരുവിന്റെ ആത്മവിദ്യയുടെ നിലച്ച് കഴിഞ്ഞാണ് SNDP എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. അതിന് മുമ്പ് ആത്മവിദ്യയായിരുന്നു. ഈ നാട്ടിലെല്ലാം ആത്മവിദ്യയായിരുന്നു. അന്ന് SNDPയുടെ കാര്യം ഇങ്ങോട്ടൊന്നും ആയിട്ടില്ല. ആദ്യം ഒരു സംഘടന ഉണ്ടാകുന്ന ആത്മവിദ്യയുടെ, അത് കഴിഞ്ഞ് ആത്മവിദ്യ നിലച്ചതിന് ശേഷമാണ് SNDP ഇങ്ങോട്ടൊക്കെ ആയത്. അതൊരു തെക്കൻ നാട്ടിലായിരുന്നു SNDP.
നമുക്ക് 7 വയസ്സ് നമ്മൾ ഏത് വർഷമായിരിക്കും? എന്തോ ഏത് വർഷമായിരിക്കും 7 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഏത് വർഷമായിരിക്കുന്നത്? എനിക്ക് ഞാൻ 1927 ഈ ആത്മവിദ്യാ സംഘം അതിലിപ്പോ എല്ലാ ജാതി മതസ്ഥരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്, സകലരും ഉണ്ട്. അത് ഈ മാധവനെ തന്നെ പറയുന്ന സമുദായത്തെക്കുറിപ്പ് തിക്കുറിച്ചിട്ട് അളിയും. പിന്നെ അതുപോലെ തന്നെ പാണ്ഡവത്ത് ശങ്കരപിള്ള, കലവറ കൃഷ്ണപിള്ള, ഇവരൊക്കെ പിന്നെ ആത്മവിദ്യയുടെ കൂടെയുള്ളവരെ. എന്തോ സ്ത്രീകളും ഉണ്ട്. മഹിളാ സമാജമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ അതിന് വലിയ സമ്മേളനമൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുന്നു. മഹിളാ സമാജം ഉണ്ട്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. ഞങ്ങൾ തന്നെ അന്ന് വിദ്യാഭ്യാസം ഉള്ളവർ വലുതായിട്ടില്ലല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഒരു കൂട്ടി ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പിള്ളേരെ കൊണ്ട് തിരുവാതിര അതും കളിപ്പിക്കുക, സമ്മേളനം കൂടുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെയും കല്യാണം കഴിയുന്നവരൊക്കെ ഇതിനൊക്കെ നിന്നു, അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അതിന് പറ്റിയില്ല, ആ സാഹചര്യം പറ്റിയില്ല. എന്നിട്ട് നിങ്ങൾ ഈ മഹിളാ സമാജം എന്തൊക്കെ ചെയ്യും പ്രവർത്തനങ്ങള്? ഈ മഹിളാ സമാജത്തിലാണ് ഞങ്ങൾ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അല്ലാതെ വലുതായിട്ടുണ്ടായില്ലല്ലോ, അതിന് ഞങ്ങളുടെ നിക്ഷേപം ഉണ്ടാക്കും. കുടിയേരി കുടിയേരി ഇടുക, അതിനൊക്കെ അങ്ങനെ ഫണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പൈസ കൊണ്ട് തരാനില്ല പറ്റില്ല. അതുകൊണ്ട് പറയും നിങ്ങൾ അടുപ്പയിൽ ഇടാനുള്ള അരിയെ ഇത്തിരി നുള്ളിയിട്ടേ, ആ അരിയുടെ കാശ് ഇതിനു വേണ്ടി കൊണ്ടുവരും. അങ്ങനെ ഈ വാഗ്ഭടാനന്ദന്റെ ഒരു ഗുരു ഉണ്ടല്ലോ കണ്ണൂരിൽ തന്നെ, പാലക്കാട്, മറ്റേ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി, കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അല്ലായിക്കോളും ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ ആദ്യമേ ഒരു കളരി ഉണ്ടാക്കി പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെയാണല്ലോ. പിന്നെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലേക്ക് ഇവര് ഇവിടുന്നൊക്കെ സംസ്കൃതം പഠിക്കാനൊക്കെ ആളിക്കുന്നത്. കാഞ്ഞങ്ങാട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത്. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഇതേമാതിരി ഈ പുന്നശ്ശേരി നമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാഠശാലയില് ഈ എല്ലാ ജാതിക്കാരെയും കയറ്റാൻ അവിടെ തന്നെയുള്ള ഉയർന്ന ജാതിക്കാര് സമ്മതിച്ചില്ല. അപ്പം ഇവിടുന്ന് വരുത്തി, ഇവിടുന്ന് എല്ലാ നാനാജാതി മതസ്ഥരെ അങ്ങോട്ട് വരുത്തിയിട്ട് അവിടെ ചേർത്ത് പഠിപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും ഇരുത്തി ഭക്ഷണം കൊടുത്തു. അതെ, അങ്ങനെ ഈ നീലകണ്ഠ ശർമ്മ അങ്ങനെ ചെയ്തു. അത് കാരണം കുറെ പേരെയൊക്കെ അവിടെ അവര് മാറ്റി. അതെ, അങ്ങനെ കൂട്ടത്തിൽ താമസിപ്പിക്കാതെ എടുക്കാതെയൊക്കെ. ഇവിടെയും തന്നെ കൊച്ചി ഭാഗത്തൊക്കെ അയ്യപ്പൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പൻ. പിന്നെ അമ്മയ്ക്ക് അപ്പൊ അമ്പലത്തിൽ പോണ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? എനിക്ക് ഇന്നുവരെയും തോന്നിയിട്ടില്ല. അവിടെ പോയിട്ടുണ്ടോ? കണ്ണൂരൊന്നും പോയിട്ടില്ല അല്ലേ? ഇല്ല, കണ്ണൂര് പോയിട്ടുണ്ട്. ഇപ്പൊ മാധവങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അല്ലാതെ അതിനു വേണ്ടിയൊന്നും പോയിട്ടില്ല അല്ലെ? ഞങ്ങൾ ഇവിടെ തന്നെ ഈ ഭാഗം തോട്ടപ്പള്ളി വല്ലന ഈ ഭാഗത്തൊക്കെ സമ്മേളനം ഉണ്ടാകുമ്പോ ഞങ്ങളെല്ലാം പോകും. സ്ത്രീകളും മഹിളാ സമാജവും കാണും എൻ്റെ കൂടെ. മഹിളാ സമാജത്തിന് അവിടെ ദാമോദരദാസ് പ്രചരണത്തിന് പോകുന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, രുദ്രാണി എന്ന് പറഞ്ഞു. രുദ്രാണി എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ടത്. അവരും ഇങ്ങനെ അവര് ഒരു വീട്ടിൽ ഒരു 4-5 പെണ്ണുങ്ങളുണ്ട്, ചേട്ടത്തിയനിക്കുമാരായിട്ട്. രുദ്രാണി ഏറ്റവും മൂത്ത, അതിൻ്റെ താഴെ 4 പെണ്ണുങ്ങളുണ്ട്. ഞങ്ങളും ഇവിടെ ഒക്കെ ഇച്ചിരി ഒക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ ഞങ്ങളും കൂടെ വന്നിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി സമ്മേളനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് എൻ്റെ ഭർത്താവിൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു മഠമുണ്ട്, ആത്മവിദ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവിടെ വെച്ചാണ് അവിടുത്തെ വീട്. അങ്ങനെ ഓരോ ഭാഗത്തും വാഗ്ഭടാനന്ദന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ആ വാഗ്ഭടാനന്ദന്റെ ഭാര്യയാണ് ഈ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത സ്കൂളിന്റെ ടീച്ചറായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ വായിച്ചിട്ടുണ്ട്. അവര് വാഗ്ദേവിയമ്മ, അതന്നെ. അവര് വരുമൊന്നുമില്ല, അങ്ങനെ കണ്ടിട്ടില്ല.
അവരാണല്ലോ ആദ്യം മരിക്കുന്നത്. ആ അതന്നെ, ഈ വാഗ്ദേവി അമ്മയാണ് സ്കൂളിന്റെ നടത്തിപ്പൊക്കെ ചെയ്തതെന്ന് വായിച്ചിട്ടുണ്ട്. എൻ്റെ മകനുണ്ട് ധർമാശോകൻ എന്ന് പറയുന്നത്. എന്താ ധർമാശോകൻ? അശോകൻ വാഗ്ഭടാനന്ദന്റെ മകന്റെ പേര് അറിഞ്ഞുകൂടാ. ഈ വാഗ്ഭടാനന്ദൻ വെള്ള വേഷല്ലേ ഇട? അതെ അതെ, വെള്ള. അതായത് എന്തോ ഞാൻ വായിച്ചിരിക്കണത്, ആദ്യം ഈ കാവ്യോ അങ്ങനെ എന്തോ ആയിരുന്നു, പിന്നെ എന്തോ വ്യത്യാസമൊന്നും വേണ്ട, എല്ലാവരും ഒരേപോലെ ആവണം എന്ന് പറഞ്ഞിട്ട് കാവ്യ വസ്ത്രം ഉപേക്ഷിച്ച് വെള്ള എല്ലാം അങ്ങനെയുണ്ടോ? എല്ലാവരും വെള്ള വസ്ത്രം ഇല്ല, പിന്നെ വൃത്തിയായിരിക്കണം, ശുദ്ധിയും വൃത്തിയും വേണം. അതാണ് അന്ന് നാട്ടിൻപുറത്തൊക്കെ ആൾക്കാർക്ക് അതിനായി തുണിചനപ്പ് കൊടുക്കും, തുണി കൊടുക്കും, എങ്കിലും വലിയ വൃത്തിയും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ വളരെ നിഷ്ഠയായിട്ട് എല്ലാവരെയും ഉപദേശിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. വസ്ത്രം ധരിക്കുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക നിഷ്ഠ വേണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കും. അമ്മ എന്താ പഠിച്ചോ? സ്കൂളിൽ എത്ര വരെ പഠിച്ചത്? ഹയർ, മലയാളം കൊണ്ടുവന്ന് പറയുന്നതാണ് ഹയർ. ശരി. ഞങ്ങള് മണ്ണാർശാല പോയി നടന്നു പോയി. മണ്ണാർശാലയിലോ? ശരി. ഇതൊന്നുമില്ല സ്കൂള്, മണ്ണാർശാലയാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള സ്കൂള്. ശരി. അവിടെ എത്രാം ക്ലാസ് വരെ ഉണ്ട്? ഈ ഹയർ 9ാം ക്ലാസ് വരെ മലയാളം, പിന്നെ അല്ലെങ്കിൽ സുസ്ത്. അമ്മ എന്തൊക്കെ പഠിച്ചു? മലയാളം തന്നെ. ഹയറിനൊക്കെ ആകുമ്പോ എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടല്ലോ, എല്ലാ ഭാഗത്തിന്റെയും ഉണ്ട്. കവി പ്രസ്ഥാനം, നോവൽ പ്രസ്ഥാനം, പിന്നെ മണിപ്രവാളം, എല്ലാ പുസ്തകങ്ങളും ഇതിന്റെ ഒരെണ്ണം കാണും. അതിന്റെ കാര്യങ്ങളും ലക്ഷണങ്ങളും ഓരോ പുസ്തകത്തിന്റെ ലക്ഷണങ്ങളും, നാടക പ്രസ്ഥാനത്തിന് എങ്ങനെയാണ്, നാടകത്തിന്റെ ആദ്യത്തിന്റെ തുടക്കം എങ്ങനെയാണ്, മണിപ്രവാളം എങ്ങനെയാണ്, തുള്ളൽ പ്രസ്ഥാനം എങ്ങനെയാണ്, ഇങ്ങനെ ഓരോന്നിന്റെയും കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, തുടങ്ങുന്നത്, എന്തൊക്കെയായിരിക്കും അതിലുണ്ടായിരിക്കുന്നത്, ഇതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് പഠിക്കുമ്പോ ഇങ്ങനെ പെൺകുട്ടികൾക്ക് വല്ല നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടോ? മിണ്ടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് പഠിക്കുമ്പോ അതൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞങ്ങള് പഠിക്കുമ്പോൾ ഇവര് പഠിക്കുമ്പോ അങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങള് പഠിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല അല്ലേ? അത് ആര് നടത്തിയ ഗവൺമെന്റ് സ്കൂളാ? അത് മണ്ണാർശാല നമ്പൂതിരിയുടെ. അവിടെ എല്ലാ ജാതിയിൽപ്പെട്ടവരും, എല്ലാ ജാതിക്കാരും ഉണ്ട് അവിടെ. അത് ശരി. പഠിപ്പിച്ചത് ആരാ? വലിയ ആൾക്കാരൊക്കെയാണോ? മലബാറിൽ നിന്നൊരു വിദ്വാൻ സാറുണ്ടായിരുന്നു. പേരെന്താ ഓർമ്മയുണ്ടോ? ശ്രീകുമാര്. മലയാളം. ശരി. പിന്നെ ബാക്കി ഇവിടെ തന്നെയൊക്കെ ഉള്ള നാട്ടിലൊക്കെ ഉള്ളവരുണ്ട്, ക്രിസ്ത്യാനികളും. അപ്പൊ ഇവിടുന്ന് എത്ര നേരം വേണം മണ്ണാർശാല വരെ നടക്കാൻ? വരെ ഞങ്ങൾ ഓട്ടമല്ലേ, എല്ലാം ആയി 8 മണിയാകുമ്പോ ഇവിടുന്ന് ഓടിയാൽ 9 വരെ ക്യാമ്പ് അങ്ങി. എന്നിട്ട് വൈകുന്നേരം 4 മണിയാകുമ്പോ ഇവിടെ വരുമ്പോ 5:30. 8 കിലോമീറ്റർ ഉണ്ട്. കൊറേ പേര് ഒരുമിച്ചിട്ടാണ്. 10-11 പേരുണ്ട് ഇവിടുന്ന് പോകും, ആൺകുട്ടികളും പെൺകുട്ടികളും. കണ്ടത്തിന്റെ വരവേദന ഓർഡർ വെച്ച്. ശരി. അവിടെ തന്നെ മണ്ണാർശാല എന്ന് പറഞ്ഞാൽ സംസ്കൃത സ്കൂൾ ഉണ്ടായിരുന്നു, ശാസ്ത്രി വരെ, അഹോപാധ്യായം ഉണ്ട്, പിന്നെ ആയുർവേദമുണ്ട്, വിശാരദ ക്ലാസ് ഉണ്ട്, ഇതുവരെ മലയാളമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാ സ്കൂളുകളും ഉണ്ടായിരുന്നുണ്ട്. അതെ അതെ, വേറെ വേറെ. മലയാള സ്കൂള് ഒരു ഭാഗത്ത്, ഇംഗ്ലീഷിൻ്റെ വേറൊരു ഭാഗത്ത്, സംസ്കൃതത്തിൻ്റെ ശാസ്ത്രീയത ഒന്ന്, പിന്നെ വേറൊരു ഭാഗത്ത് പിന്നെ ഈ സംസ്കൃതം സ്കൂളിലൊക്കെ എങ്ങനെ ജാതി വ്യത്യാസമൊക്കെ ഒന്നുമില്ല. അവിടെ വ്യത്യാസം ഒന്നുമില്ല. അതൊക്കെ ഈ വാഗ്ഭടാനന്ദന്റെ ഒക്കെ പ്രചരണം കൊണ്ടൊക്കെ ആണോ അങ്ങനെ ആയത്? പറയാനൊക്കെ മുമ്പേ അന്നേരമൊക്കെ ആണോന്നറിയാനൊക്കെ അറിഞ്ഞുകൂടാ. മണ്ണാർശാല എന്ന് പറഞ്ഞാൽ അവിടെ നമ്പൂതിരിമാരുടെയാണ് എങ്കിലും അവിടെ ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഭക്ഷണമൊക്കെ എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് എനിക്ക് തോന്നുന്നു മലബാറിലൊക്കെ കുറേ കൂടി ഉണ്ടോ? മലബാറിൽ ഇല്ലല്ലോ. മലബാറിൽ അങ്ങനൊന്നും ഇല്ല. മലബാറിൽ
ജാതി വ്യത്യാസമേ പറയത്തില്ലല്ലോ. അല്ല, ഈ നീലകണ്ഠ ശർമ്മയുടെ അവിടെ ഇവിടെ നിന്നാണ് നാരായണഗുരു അയച്ചു കൊടുത്ത കുട്ടികളെ ചേരാൻ അവിടെ പേടിച്ചിട്ടൊന്ന് വായിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് കുറേ പേര് അവിടെ പോയി പഠിച്ചിട്ടുണ്ട്, സംസ്കൃതം പഠിക്കാൻ പോകുന്നത്. പക്ഷെ ആദ്യകാലത്തൊക്കെ ഇവിടെ സ്കൂളുകളിൽ പിന്നെ ആരെയും അങ്ങനെ ചേർക്കത്തില്ലായിരുന്നു. എല്ലാരും പുറത്തു പോയാ പഠിച്ചതാണ്. പിന്നെ ആയപ്പോ എല്ലാവർക്കും ആയിത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലൊന്നും സമ്മതിച്ചിരുന്നില്ല. എന്റെ അമ്മയുടെ ചെറിയ പ്രായത്തിലൊക്കെ സ്കൂളുകളിൽ പിള്ളേരെ പഠിപ്പിക്കും. ഇല്ല, 1-2 സ്കൂളുണ്ട്. അത് 3-ാം ക്ലാസ് വരെയൊക്കെ ഉള്ളു. അന്നൊക്കെ അവര് അങ്ങനെ പഠിക്കും. അത് സ്കൂളിൽ പോകുന്നത് എന്നാൽ തന്നെ അതിന് തന്നെ വ്യത്യാസമുണ്ട്. നിറം നോക്കിയൊക്കെയാണ് പിള്ളേരെ ക്ലാസ്സിൽ നിറവും കാര്യങ്ങളും ഒക്കെ ഉള്ള പിള്ളേർക്ക്. അമ്മയുടെ അമ്മ സ്കൂളിൽ പഠിച്ചോ? ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. 3-ാം ക്ലാസ് വരെ ഉള്ളു. അയ്യോ. പിന്നെ അമ്മയുടെ അനിയത്തി ഹയർ വരെ, അത് ഇവിടെ അല്ല, തിരുവല്ലായി പോയാ പഠിച്ചു. അമ്മയുടെ അനിയത്തി പഠിച്ചോ? അമ്മയുടെ അനിയത്തി 8-ാം ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് പോയി പഠിച്ചു. 9-ാം ക്ലാസ്സിൽ പഠിക്കാൻ അവിടെ അല്ല 9-ാം ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് പഠിച്ചു. 8-ാം ക്ലാസ്സിൽ തിരുവല്ലായി പഠിച്ചു. അപ്പൊ അവര് ജോലിക്കൊക്കെ പോയോ? അവര് പഠിച്ചു കഴിഞ്ഞപ്പോ അവരെ കല്യാണം കഴിച്ചു. പ്രശ്നം കല്യാണമാണ്. ആളക്കാരനാ കല്യാണം കഴിച്ചാൽ അവിടെ വേടനിലേക്ക് കൊണ്ടുപോയി. എങ്ങോട്ട്? വേടൻ. അത് തന്നെ യുദ്ധം എന്റെ കാലം. അപ്പൊ അമ്മക്ക് ഈ ഒരു രീതിയല്ലേ, അമ്പലത്തിൽ പോവില്ല പക്ഷെ ഈശ്വരവിശ്വാസമുണ്ട്. ഒരു ദൈവം. വിളക്ക് കൊളുത്തുവോ വീട്ടില്? വിളക്ക് കൊളുത്തുമായിരുന്നു, ഇപ്പൊ ഇല്ല. അത് വേറെ ചില കാരണം കൊണ്ടാണ്. അതെ. അല്ല, അത് നമുക്ക് കണ്ണ് വെളിച്ചം വേണം അല്ലേ, നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും വിളക്കൊക്കെ കൊളുത്തിയാൽ. വിളക്ക് കൊളുത്തും അങ്ങനെ. പിന്നെ അത് സാഹചര്യം കൊണ്ടാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പൊ എനിക്കൊരു നിഷ്ഠയുണ്ട്, വിളക്ക് കൊളുത്തുന്നിടം വൃത്തിയായിട്ട് വെച്ചാൽ ആ ഭാഗത്തൂടെ മനുഷ്യരാരും നടക്കരുത്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്റെ മനസ്സിലുള്ള. അത് ഒക്കെ ചെല്ലുന്നുണ്ടപ്പോൾ ഞാൻ വിളക്ക് കൊളുത്താൻ വെച്ചു. അപ്പോ കല്യാണം കഴിഞ്ഞപ്പോഴേ ഈ ശശിയേട്ടന്റെ അച്ഛൻ, അപ്പൊ അദ്ദേഹത്തിനും അങ്ങനെ വിരോധമൊന്നുമില്ല, അമ്മ അമ്പലത്തിൽ പോകണം അങ്ങനത്തെ? അദ്ദേഹം ഇങ്ങനെ തന്നെയുള്ള അച്ഛൻ പോവും, അമ്പലത്തിലൊക്കെ പോവും, പൂജയൊക്കെ ഇഷ്ടം അല്ല, അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അമ്മയെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല അമ്പലത്തിൽ വരണം. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ പോകും. അമ്പലത്തിൽ കല്യാണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പോകുന്നുള്ളതല്ലാതെ ഈ ആരാധനയ്ക്ക് വേണ്ടിയൊന്നും പോവില്ല. അച്ഛനുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ വീട്ടുകാർക്ക് അങ്ങനെ അമ്മ പോയില്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല, നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ കാലത്തല്ലേ. അപ്പൊ അമ്മ കുട്ടികളെ അങ്ങനെ തന്നെയാണോ പഠിപ്പിച്ചത്? അമ്പലത്തിൽ ഇഷ്ടത്തിന് പഠിക്കട്ടെ, പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിൽ നമ്മളവരെ നിർബന്ധിക്കത്തില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയേ പറ്റൂ എന്ന് പറയത്തില്ല, പോകണ്ടെന്നും പറയത്തില്ല. ഇഷ്ടം അവരെ ഞാൻ തടഞ്ഞിട്ടില്ല. നാരായണഗുരുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആ സമയത്തൊന്നും ഇവിടെയൊന്നും അദ്ദേഹം വന്നിട്ടൊന്നുമില്ല. ഇവിടെ വരുന്നെങ്കിൽ അവിടെ കായംകുളത്ത് വാരണപ്പള്ളി വരെ വന്നു. അവിടെ എന്താണ് അദ്ദേഹം പഠിച്ചത്? ഈ വാരണപ്പള്ളി താമസിച്ചുകൊണ്ടാണ് പഠിച്ചത്. എന്താ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേരുണ്ടല്ലോ, എന്തോ രാമൻപിള്ള അല്ല, അദ്ദേഹം അല്ല, എന്താ ബാബു, നാരായണഗുരുവിന്റെ ഗുരുവിന്റെ പേരുണ്ടായിരുന്നു. പേട്ടയിൽ രാമൻപിള്ള ആശാനല്ല, വാരണപ്പള്ളിയില് എന്തോ ഒരു ഗുരുകുലം പോലെ എന്തോ ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചിട്ടാണ് ഈ നാരായണഗുരു ഒക്കെ പഠിച്ചതെന്ന് വായിച്ചിട്ടുണ്ട്. കുമ്മംപിള്ളി രാമൻപിള്ളയാശാൻ അദ്ദേഹത്തിന്റെ പേര്. അപ്പം അദ്ദേഹം ഒക്കെ കൂടിയിട്ടാണ് ഈ വാരണപ്പള്ളിയിൽ എന്തോ ഗുരുകുലം പോലെയൊക്കെ സ്ഥാപിച്ചു. നാരായണഗുരുവും അവിടെ താമസിച്ച് പഠിച്ചു. നാരായണഗുരു വാരണപ്പള്ളിയിൽ പ്രശസ്തമായിരിക്കുന്ന കാലത്താണ് അവിടെ താമസിച്ചത്. കുമ്മംപിള്ളി രാമൻപിള്ളയാശാൻ. അദ്ദേഹത്തിന് എന്തോ കഥകളിയൊക്കെ താല്പര്യമുള്ള ഒരു ആളായിരുന്നു. അപ്പൊ അങ്ങനെ സംസ്കൃതമൊക്കെ പഠിച്ച്
ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരുവിന്റെ കൂട്ടുകാരനല്ലേ? അതെ അതന്നെ. ശ്രീനാരായണ ഗുരുവിന്റെ കൂട്ടുകാരനല്ലേ ചട്ടമ്പി സ്വാമി? അതെ അതെ അതെ. അവർ രണ്ടുപേരും കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ഏതാണ്ട് ആനുകൂല്യം കിട്ടിയപ്പം ചട്ടമ്പി സ്വാമികളും അനന്തരവന മക്കൾക്ക് വർക്കാണ്ട് അവർക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ശിവഗിരി ജനങ്ങൾക്കായിട്ട് കൊടുത്തു. അങ്ങനെയാ. അന്നും ചട്ടമ്പി സ്വാമികൾ സ്വന്തക്കാര്യം നോക്കൂ. ചട്ടമ്പി സ്വാമികളെ പറ്റി ധാരാളം കേട്ടോ ഇല്ലേ? അന്ന് രണ്ടുപേരും കൂടെ കഴിഞ്ഞ് നടന്നതായിട്ട് അറിയാം. എന്നാലും അക്കാലത്ത് വാഗ്ഭടാനന്ദന്റെ ആശയങ്ങളുടെ കാര്യമാണ് എനിക്കുള്ളത്. അറിയാം. ഒറ്റൊന്നുമില്ല അല്ലേ? ശരി. വാഗ്ഭടാനന്ദന് വേണ്ടി ഇപ്പോഴും ഉണ്ട്, വാർഷികമൊക്കെ ഉണ്ട്. അതിനൊക്കെ ഞാൻ പൈസ കൊടുക്കും, ഞാൻ പോകത്തില്ലല്ലോ. ഇവിടെ വാർഷികമുണ്ടോ വാഗ്ഭടാനന്ദന്റെ? ഇവിടെ തോട്ടപ്പള്ളിലൊക്കെ വെച്ചിട്ടുണ്ടാകും. ഈ വർഷം ഇപ്പൊ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടുന്നൊക്കെ ആൾക്കാർ പോകും. ആണോ? പോകും. അപ്പൊ അവർക്ക് ചെലവിനൊക്കെ പൈസയൊക്കെ വേണ്ടേ? അപ്പൊ അതിനൊക്കെ വരുമ്പോ ഞാൻ പിരിവൊക്കെ കൊടുക്കും. ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കാഞ്ഞങ്ങാട് വെച്ചായിരുന്നു. അതിനൊക്കെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ പോയോ? ഇവിടുന്ന് പോയി. ആണോ? ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ കുറവാണ് അല്ലേ? കുറവാണ്. ഇപ്പൊ എല്ലാവർക്കും കൂടുതലും അമ്പലങ്ങളും അല്ലെ, നേരിട്ടുള്ള പുറകെ കണ്ടപ്പോൾ. എന്നാലും ഈ നാരായണ ഗുരുവിന്റെ പോലെ അത്രയും നന്നായി നിലനിന്നില്ല വാഗ്ഭടാനന്ദന്റെ ആശയങ്ങൾ. നേരത്തെ മരിച്ചു പോയി. അധികം നാള് ആയില്ലല്ലോ. കേരളത്തിലോട്ട് വന്ന് അധികം ഇവിടെ പ്രചരിപ്പിക്കാനൊക്കില്ല. ഉള്ളട കൊണ്ട് തകർക്കുകയായിരുന്നു. ഇങ്ങോട്ട് വന്നൊരു സമ്മേളനമൊക്കെ ഉണ്ടാക്കിയ 2-3 ദിവസം വാദോരാതെ നിന്ന് പ്രസംഗിച്ചുകളെ. അതുകൊണ്ടാണ് വിയർക്കും എപ്പോഴും ഒരു തോർത്ത് മാറിയിരിക്കാതെ വിയർക്കുന്നൊക്കെ തുടങ്ങി. നാക്കയിലെ വർത്തമാനം നിർത്തത്തില്ല, തുടപ്പ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വാഗ്ഭടാനന്ദൻ, വാക്കിന്റെ ഭടൻ എന്നുള്ള പേര് തന്നെ. ഈ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. അദ്ദേഹത്തിന് ഈ പ്രസംഗത്തിലുള്ള ഒരു കഴിവ് കൊണ്ടാണ് വാഗ്ഭടാനന്ദൻ പേര് അദ്ദേഹത്തിന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാ കൊടുത്തേ. അപ്പൊ അവര് തമ്മിൽ പിന്നെ ആശയത്തില് വഴക്കായി. എന്നാലും പേര് ഇദ്ദേഹമാണ് കൊടുത്തേന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. അവിടെ തന്നെ ഒരു കളിജീവനുണ്ടാക്കി അവിടെ പോയി പഠിപ്പിക്കുകയും സംസ്കൃതം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പഠിച്ചു കഴിഞ്ഞു. പിന്നെ വാഗ്ഭടാനന്ദൻ ഇത്രയും ആയി വന്നപ്പം മറ്റന്നേര് ഒഴിഞ്ഞു. പിന്നെ വാഗ്ഭടാനന്ദൻ ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലോട്ട് പോന്നു കഴിഞ്ഞു. തെക്കൻ തിരുവിതാംകൂറിലോട്ട്. അന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിട്ടല്ലേ കിടക്കുന്നത്. മലബാറിൽ നിന്ന് തിരുവിതാംകൂർ വരെ വന്നു. അപ്പം അന്ന് വേറെ ഈ ഇതിന്റെ ഭാഗമായിട്ട് നാടക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വാമി ബ്രഹ്മവ്രതനൊക്കെ നാടക പ്രവർത്തകനല്ലേ? അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നാടകമൊക്കെ അവതരിപ്പിക്കുമോ? ഞങ്ങൾ നാടക കളിക്കൊക്കെ വേണ്ടി പിള്ളേരെ മംഗളാസമാജമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ നാടകത്തിലുള്ള അവതരിപ്പിക്കണ കഥയും വിഷയമൊക്കെ എന്ത് തരത്തിലാ? ഇങ്ങനെ ഈ ജാതി വ്യത്യാസം അങ്ങനെയൊന്നും അത് കൊച്ചു പിള്ളേരിങ്ങനെ സംഭാഷണ രൂപത്തിൽ റോസയും താമരയായിട്ട് ഉള്ളതുണ്ടല്ലോ സംഭാഷണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. റോസയും താമരയും കൂടെ എന്താമരേ ചോദിച്ച് താമര എടുക്കലോട്ട് ചെല്ലും, റോസ എടുക്കലോട്ട് തിരിച്ചു വരും. അതെന്താന്ന് കേട്ടിട്ടില്ല. റോസും താമരയും. റോസും താമര ഒരാളുടെ റോസ, ഒരാള് താമര, വഴക്കാരുണ്ട് വരുന്നത്. പട്ടണവാസിയും ഗ്രാമവാസിയും അതങ്ങനെ. അതുകൊണ്ട് പട്ടണവാസി എടുക്കുക, പട്ടണവാസി ഞാൻ ചട്ടമ്പി നിന്റെ പട്ടത്തോന്നു ചട്ടമ്പിത്തോന്നു എടുക്കണ്ടടി എന്നും പറഞ്ഞ് പട്ടണവാസി എടുക്കത്തില്ല. പിന്നെ ഗ്രാമവാസിയല്ലേ, ഗ്രാമവാസി എടുക്കുക, അതിനനുസരിച്ച് മറുപടി ഇങ്ങോട്ട് പറയും. അങ്ങനെ തങ്ങളി വഴക്ക്. ഓ, റോസ് പട്ടണവാസിയും താമര ഗ്രാമവാസിയും. അത് രണ്ടാ. അത് വേറെ. പട്ടണവാസിയും ഗ്രാമവാസിയും ആയിട്ട് നിൽക്കും. ഒരാള് പട്ടണവാസി, ഒരാള് ഗ്രാമവാസി.
ഇത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. മറ്റേത് ചെന്താമരെ ചോദിച്ചാൽ താമര എടുക്കത്തില്ല. അപ്പം റോസിന്റെ എടുക്കലോട് തിരിച്ചു റോസ എടുത്തു അങ്ങനെ അങ്ങോട്ട് വീണ്ടും ബാക്കി വേർപ്പില്ല. ഇതൊക്കെയാണ്. പിന്നെ അവസാനം വരുമ്പോ ഒരാള് ഇടയ്ക്ക് കയറും സമാധാനത്തിൽ. ഓർമ്മയുണ്ടോ? ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടേ ഉള്ളൂ. അല്ല, ഈ സ്വാമി ബ്രഹ്മവ്രതനൊക്കെ ഈ കരുണ, വാസവദത്ത അങ്ങനത്തെ കൃതികളൊക്കെ എടുത്തിട്ടാണ് ഈ നാടകമൊക്കെ. അതൊക്കെ കണ്ടിട്ടുണ്ടോ? കരുണയും കുചേലവൃത്തവും. ഈ ബ്രഹ്മവ്രതന്റെ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല അല്ലെ? അതെ, അതൊക്കെ ഈ ബ്രഹ്മവ്രതൻ വാഗ്ഭടാനന്ദന്റെ ശിഷ്യനാണ് സ്വാമി ബ്രഹ്മവ്രതൻ. അപ്പൊ അദ്ദേഹം ഇത് വലിയ നാടക പ്രവർത്തകനല്ലേ. ഈ വാസവദത്തയായിട്ടും ഒക്കെയുള്ള കുറെ വശങ്ങളുണ്ടെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. എന്താണ് ഈ 2 ദിവസം വാഗ്ഭടാനന്ദൻ സംസാരിക്കുക? ഒന്നുമല്ല, ഇങ്ങനെ ജാതി വ്യത്യാസം വേണ്ട, മനുഷ്യത്തോടു കൂടി നടക്കണം. പിന്നെ ഈശ്വരനെ കുറിച്ച് എന്താണ് ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറയുന്നത് ഇത് ഇവിടെ വെച്ചുള്ള പ്രസംഗത്തിനാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ ഒറ്റ സൂര്യനെ ഭരിക്കാമെങ്കിൽ, വെളിച്ച പ്രകാശം കൊടുക്കാമെങ്കിൽ, ഒരു ദൈവത്തിന് നമ്മളെ ഭരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ ലോകം മുഴുവൻ വെളിച്ചം തരുന്ന ഒറ്റ സൂര്യന് ഒക്കുമെങ്കിൽ അതിൻ്റെയൊക്കെ അതിനും മുകളിലുള്ള ഈശ്വരന് ഈ ഇത്ര ആൾക്കാരെ പരിചയപ്പെടും. അപ്പൊ ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറയുന്നതാണ്, ഭാഷയിൽ പറയുന്നതാണ്. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഭഗവത്ഗീത അങ്ങനെയൊക്കെ പറയോ? ഭഗവത്ഗീതയാണ് കൂടുതൽ. അതെ, ഭഗവത്ഗീതയെ കുറിച്ചാണ് പറയും. ഗീതയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഗീതയെ പറ്റി എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അങ്ങനെ ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ശങ്കരാചാര്യരെ പറ്റിയൊക്കെ പറയോ? ശങ്കരാചാര്യർ അല്ലെങ്കിൽ അദ്വൈതം, സംസ്കൃത ഭാഷ, അങ്ങനെ 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 നമുക്ക് ഓർമ്മയില്ല അല്ലെ? ചെറിയ പ്രായത്തില്. അതൊരു പ്രസംഗ ശൈലിയാണ്, ഒരു ടെക്സ്റ്റ് അല്ല. പ്രസംഗ ശൈലി എം എൻ വിജയന്റെ നമ്മൾ വായിക്കുമ്പോൾ അതേപോലെ ഒരു പ്രസംഗ ശൈലിയിൽ ഇങ്ങനെ പോണതാ. എം എൻ വിജയന്റെ മിക്കവാറും അങ്ങനെയല്ലേ? അതുപോലെയാണത്. ചർച്ചയൊക്കെ ഉണ്ടാവും. ആൾക്കാര് സംശയമൊക്കെ ചോദിക്കോ? തർക്കമൊക്കെ ചെയ്യോ? ആരെങ്കിലും സംശയം ചോദിച്ചാൽ ഉടനെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. തർക്കത്തിന്റെ ആളാണ് വാഗ്ഭടാനന്ദൻ അല്ലെ? വാഗ്ഭടാനന്ദൻ. അത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസം അമ്മ ഏതാണ്ടൊരു കാര്യം പറഞ്ഞു. അതിന് ഉദാഹരണം ഒരു മൺചട്ടിയെ കുറിച്ചായിരുന്നു. അന്ന് വെളുക്കുന്ന ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അയ്യോ, ഒരു മൺചട്ടി. അമ്മ ഏതോ ഭഗവത്ഗീതയുടെ കഥ കാര്യമാണ്. അമ്മ ഏതോ സംശയം ചോദിച്ചിട്ടുണ്ടെ പിന്നെ അത് തന്നെ അങ്ങ് ഉറച്ചില്ലാന്ന്. അത് അമ്മയ്ക്ക് മനസ്സിലാകുന്നത് വരെ ഒരു മൺചട്ടി എടുത്തു വെച്ചാൽ അതെങ്ങനെ എന്താ കാരണമൊക്കെ എനിക്ക് എത്ര വലിയ ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞു. അമ്മയുടെ അമ്മയ്ക്ക് ഇതിലൊക്കെ നല്ല താല്പര്യമാണ്. അമ്മയുടെ അച്ഛനും അപ്പൊ ഈ വാഗ്ഭടാനന്ദൻ സുഹൃത്തുക്കളായിട്ട് വന്ന് താമസിക്കുവോ വീട്ടില്? അപ്പൊ അദ്ദേഹം എല്ലാരും കഴിക്കുന്ന ഭക്ഷണം എല്ലാരും പോലെ ഒന്നുമില്ല. അല്ല, അദ്ദേഹം ഒരു സ്വാമിയാ, സന്യാസി അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ. അല്ല, ഈ കാലത്തേക്ക് സന്യാസിമാര് വരുമ്പോ എല്ലാരും എടുത്തുനിന്ന് മാറി പ്രത്യേകമായിട്ടൊന്നുമില്ല. വീട്ടിലെ ഭക്ഷണം എല്ലാവരുടെയും ഒപ്പം ഒരുപോലെ. അല്ല, ഇക്കാലത്തൊന്നും അങ്ങനെയല്ലോ. ഇക്കാലത്തൊക്കെ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ പ്രത്യേക ഒരു ബഹുമാനത്തോടു കൂടി അങ്ങനെയൊക്കെയാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല. അതുപോലെ സ്ത്രീകളോടും എല്ലാരോടും ഒരുപോലെ സംസാരിക്കും. ആരെന്ത് സംശയം ഏത് ഭാഗത്ത് വെച്ച് ചോദിച്ചാലും അതാണ്. ആർക്കും സംസാരിക്കാം, അല്ലാതെ പേടിക്കൊന്നും അതൊന്നുമില്ല. ആരെവിടെ വെച്ച് എന്ത് ചോദിച്ചാലും എന്ന് മറുപടി പറഞ്ഞു.
അല്ലാതെ നിന്ന് മറുപടി അല്ലാതെ കളിയാക്ക അങ്ങനെ അതൊന്നുമില്ല. കണ്ടാത്തുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ശുഭ്രവസ്ത്രം അല്ലെ, വെള്ള വസ്ത്രല്ലേ ധരിക്കുള്ളൂ. വെള്ള വസ്ത്രം ധരിക്കുന്നതെങ്കിലും കണ്ടാൽ അക്ബടാനന്ദനെ കണ്ടാത്തിന്റെ എടുപ്പാ. അമ്മയുടെ അമ്മ ഇതുപോലെ സമ്മേളനത്തിനൊക്കെ വരുവോ? അമ്മ വാഗ്ഭടാനന്ദൻ. അപ്പൊ അമ്മ ആരുടെ കൂടിയാ പോവാ സമ്മേളനത്തിനൊക്കെ? ഞങ്ങളിവിടെ പെണ്ണുങ്ങളെല്ലാം കൂടെ പോകും. അമ്മ വരില്ല അല്ലേ? അമ്മ ചിലപ്പോഴേ വരുത്തുള്ളൂ. അമ്മ ചിലപ്പോ വീട്ടിലിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തൊക്കെ അല്ലേ മീറ്റിങ്ങിന് പോകുന്നത്. മീറ്റിംഗ് പകലൊക്കെ ഉണ്ടെങ്കിലും പെണ്ണുങ്ങൾ പോകുന്ന ജോലിയെല്ലാം ഒതുങ്ങും, കാര്യല്ലേ പോകും. അപ്പൊ അമ്മയും അടുത്തൊക്കെ ഉള്ളവരൊക്കെ അടുത്തൊക്കെ ഇവിടെ പുളുക്കിയിലൊക്കെ ആകുമ്പോ അടുത്താണ്, അടുത്തൊക്കെ വരും. കുറച്ച് വിവരമൊക്കെ ഉള്ള പെണ്ണുങ്ങളൊക്കെ വരും. അല്ലാതെ ഉള്ളവരാരും വരത്തില്ല. അങ്ങനെ അല്ലാതെ ഉള്ളവരെ കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി കേൾപ്പിക്കും. എന്നിട്ട് നമ്മൾ തന്നെ സ്ത്രീ സമാജം എന്നും പറഞ്ഞ കൂട്ടി അവരെയൊക്കെ വിളിച്ച് ഇരുത്തി എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു രസത്തിന് വേണ്ടി പിള്ളേരെ നാടകം കളിപ്പിച്ച് സിനിമ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങളും കയറിട്ടില്ലും അതും ഇതുമൊക്കെ ഉണ്ടാക്കും. പിള്ളേരെ കൊണ്ടേ കളിപ്പിച്ചൊക്കെ വരുമ്പോൾ അതൊരു രസം. തിരുവാതിര കളിക്കുക അങ്ങനെയൊക്കെ. ഈ വാഗ്ഭടാനന്ദൻ സസ്യഭക്ഷണമാണോ കഴിക്കുക അതോ മാംസഭക്ഷണം? എല്ലാം കഴിക്കും. മാംസമല്ല, മീന് കഴിക്കും അല്ലേ? മീൻ കഴിക്കും, ഇറച്ചി ഇല്ല. ഇപ്പോഴും ഉണ്ട് ഇതുപോലെ സപ്താഹോ. കാരണം ഒരു 80 വർഷം കൊണ്ട് 70 വർഷം കൊണ്ട് മാറ്റം വന്നത് മനസ്സിലായി. ഇപ്പോഴും ക്ഷേത്രങ്ങളിലെല്ലാം വേറെ ഈ സപ്താഹവും അതിനൊരു സന്ദേശം മാറാൻ മറ്റൊന്ന്. പിന്നെ മാത്രല്ല ഈ മീനൊന്നും അല്ലേ ഇന്നത്തെ കാലത്ത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്വൈതം സംസ്കൃതം അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞത് ആ കാലത്ത് ഉണ്ടായിരുന്ന വേറൊരു രീതിയാണ്. ഇപ്പോഴത് മാറിയിട്ട് നമ്മളൊരു കച്ചവട സംഭവം എല്ലാവരും സമ്പത്തല്ല. ആൾക്കാലത്തോടെ ദാരിദ്ര്യമില്ല. ഇന്നത്തെ അത്രയും ദുർമോഹമില്ല. ദുർമോഹമില്ലേ? എത്ര കിട്ടിയാലും പോരാ. ആൾക്കാരങ്ങ് ആർത്തി പിടിച്ചു നടക്കും. നല്ല കാര്യത്തിന് വേണ്ടിയല്ല. കഴിയുന്നവരെ ജോലി ചെയ്തോ അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ, കാശ് കിട്ടിക്കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് പണി ചെയ്താൽ ഉടനെ അത് മദ്യം ഷാപ്പിൽ. അതാണ്. മദ്യം കഴിക്കണം, അതിനൊരു ക്രമമുണ്ട്. അതിൽ കവിഞ്ഞാണ് മദ്യത്തിൻ്റെ വേണ്ടിയാണ്. ഈ നാരായണ ഗുരു മദ്യം കഴിക്കരുത് എന്നൊക്കെ സന്ദേശം പ്രചരിപ്പിച്ചിരുന്നല്ലോ. അപ്പം ഈ വാഗ്ഭടാനന്ദൻ അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അങ്ങനെ അതിന്റെ കാര്യത്തിലൊക്കെ പറയുമായിരിക്കും. അറിഞ്ഞു അദ്ദേഹം അതൊന്നും കഴിക്കത്തില്ല. ഇല്ല. അപ്പൊ ഈ വാഗ്ഭടാനന്ദൻ വേഗം തന്നെ മരിച്ചു പോയത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കുറച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രചരിപ്പിക്കാൻ ആളില്ലാതെ ആയിപ്പോയി? ഒരു ആദ്യം ഒന്ന് തുടങ്ങി കുറച്ചങ്ങ് ആയിക്കഴിഞ്ഞാൽ, നാട് മുഴുവൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇത് വന്ന് ഒരു 6-7 വർഷം ഇവിടെ കഴിയാനുണ്ട്. ആൾക്കാരെ കണ്ടുപിടിച്ചു, അവരുമായിട്ട് അടുത്തു, അവരുമായിട്ട് സംസാരിച്ചു. അവര് 4 പേരെ ഒരിടത്ത് കൂട്ടി, പിന്നെ 10 പേരെ കൂട്ടി, ഇങ്ങനല്ലേ ഓരോന്ന് തോന്നുന്നു. ഇവിടെ വല്ലിന ഭാഗത്ത് നിന്ന് അവിടെ കലവറ ആണ്ടവത്ത് അവിടെ മൂട്ടുമുടിക്കറ ഇങ്ങനെ കുറേ പേരെയൊക്കെ അതിന് കഴിഞ്ഞ് കിഴക്കേക്കര ഇറങ്ങി കുറേ വീടുകളും വീട്ടുകാരും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഓരോ ഭാഗത്തോട്ട് അടുത്ത് കഴിഞ്ഞ് അവിടുത്തെ ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആയി അടുത്ത് പിന്നെ അങ്ങനെ പ്രദേശിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി കരുവാറ്റയായി സമുദായത്തിലെ അവർ സമുദായത്തിൽ കുറിപ്പ് എന്ന് പറയുന്നത് അവരെ അടുത്ത് അവിടെ അവരെല്ലാം ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴില്ലേ ഓരോരുത്തർ കയറി. കരുവാറ്റ എന്ന് പറയുന്ന സമുദായമാണോ? ഒരു സ്ഥലമല്ലേ? സമുദായത്തിൽ എന്ന് പറഞ്ഞിട്ട് വീടുണ്ട്. അങ്ങനെയാ? സമുദായത്തിൽ എന്ന് പറഞ്ഞിട്ട് വീടുണ്ട്. അല്ല, എനിക്ക് തോന്നണേ സമുദായത്തിൽ എന്ന് പറയുന്ന വീട്ടിൽ നിന്നാണ് തിക്കുറിശി. ഭാര്യ സമുദായത്തിൽ തന്റെ പെണ്ണ
ശിഷ്യയുടെ ആദ്യ ഭാര്യ. എന്നാലും ഈ നാരായണ ഗുരു കുറച്ചൊക്കെ ആൾക്കാർക്ക് വേണ്ടി വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ ആവാം അമ്പലവും ഗുരു വിട്ടുവീഴ്ച എന്താ അങ്ങനെയല്ല, കുറച്ചൊക്കെ അമ്പലമൊക്കെ ആവാം, പ്രാർത്ഥിക്കാം പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിനെ ഏകീകരിച്ച് ദൈവമെന്നൊരു ചിന്ത എല്ലാവർക്കും ഒന്നും ഒക്കത്തില്ല. അതുകൊണ്ട് അവരവിടെ ചെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു മനസ്സിലായി വരുമ്പോൾ തന്നെ ആയിട്ടില്ല. അല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ കുറേം കൂടി ഇന്നും നിലനിൽക്കുന്നതും. വാഗ്ഭടാനന്ദൻ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അത് അധികം പ്രചരിക്കാതെ, അദ്ദേഹത്തിന്റെ കാലശേഷം അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ ആളില്ലാതെ പോയി. പിന്നെ വാഗ്ഭടാനന്ദ ശ്രീനാരായണ ഗുരു പറയുന്നത്, ഇപ്പം നമ്മൾ ഒരാളിനെ പിടിച്ച് നിർത്തി ദൈവമുണ്ട്, ദൈവം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അത് കാണാൻ വേണ്ടി അതിനുവേണ്ടി ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു വരുമ്പോൾ അങ്ങനെ ആകുമല്ലോ. അങ്ങനെ പതുക്കെ ആയി വരുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉള്ളതാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ പോലും എവിടെന്നാ മരിച്ചേന്ന്? വാഗ്ഭടാനന്ദൻ മരിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? മലബാറിൽ തന്നെ. ഓർമ്മയുണ്ടോ ആ സമയമൊക്കെ? പേപ്പറിലൊക്കെ മലബാറിൽ തന്നെയാണ് മരിച്ചത്. മരണത്തിനൊക്കെ ആൾക്കാർ ചെയ്തു. അച്ഛനൊക്കെ പോയോ? അമ്മയുടെ അച്ഛൻ പോയോ? ആണോ? എഴിക്കൽ കൃഷ്ണൻ അല്ല, എഴിക്കൽ കൃഷ്ണൻ. മലബാറിലേക്കൊക്കെ എങ്ങനെയാ പോവാ? ഇവിടെ എല്ലാരും പോകുന്നു. വാഗ്ഭടാനന്ദനൊക്കെ വരുന്നു. വണ്ടിയൊന്നും ഇല്ലല്ലോ, നടന്നാ പോകുന്നു. കൊറേ മാസമൊക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത്. സഞ്ചിയാണ്, കോളേജിൽ സഞ്ചി കാണും. ഇവിടെ 30കളിലൊക്കെ മരിച്ചു. അദ്ദേഹത്തിന് എത്ര വയസ്സായി ഉണ്ടാവും മരിച്ചപ്പോ വാഗ്ഭടാനന്ദന്? 45 വയസ്സേ ഉള്ളൂ എനിക്ക്. 40 ഇവിടെ വരുമ്പോ 28-30 വയസ്സൊക്കെ ഉള്ളൂ. ഇവിടെ വന്നത് ഇത്രയും പ്രചാരം എനിക്കറിയില്ല ബാബു. അത് അമ്മയുടെ ഇവിടെ വന്നു എന്ന് എനിക്കറിയാം. കാരണം സ്വാമി ബ്രഹ്മവ്രതൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ സ്ഥലം ഈ ഭാഗമാണല്ലോ. എന്താ വാരണപ്പള്ളി, കോട്ടപ്പള്ളി, വേറൊരു പേരുണ്ടല്ലോ, കാ വെച്ചിട്ടൊരു പേര്, കായംകുളം, വേറൊരു ആറാട്ടുപുഴയല്ല, ഞാൻ പറഞ്ഞു കുറച്ചൊരു കിട്ടും. ഇപ്പൊ അമ്മ പുസ്തകങ്ങളൊക്കെ വായിക്കോ? മണ്ണാണല്ലേ? അയ്യോ, മുമ്പ് വായിക്കുമായിരുന്നു. എന്താ വായിക്കുക പുസ്തകങ്ങളൊക്കെ? കാണുന്നൊക്കെ വായിക്കും, ഞാനുള്ള പുസ്തകങ്ങൾ വായിക്കും. വാഗ്ഭടാനന്ദന്റെ ആണെങ്കിൽ ആധ്യാത്മിക യുദ്ധം, ആത്മവിദ്യ, അതൊക്കെ ഉണ്ടായിരുന്നോ വീട്ടില്? പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? അമ്മയുടെ അച്ഛൻ നന്നായി പഠിച്ചിട്ടൊക്കെ ഉണ്ടോ? അച്ഛനൊന്നും പഠിക്കുന്നു. എന്നാലും ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുസ്തകങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച ഇവിടെ വന്നതിന് ശേഷം, ഈ വീട്ടിൽ താമസമായതിനു ശേഷമായി പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചത് വായിക്കുന്നത്. ഇത് അമ്മ പണിയിച്ച വീടാണോ? അല്ല, എന്റെ അച്ഛൻ പണിയിച്ച അച്ഛന്റെ സ്ഥലമാണ്. എന്റെ അച്ഛൻ എന്റെ ചേട്ടത്തിക്ക് വേണ്ടി വെച്ച വീടാണ്. ചേട്ടത്തിക്ക് വേണ്ടി ഒരു വീട് വെച്ച് തന്നപ്പം ഫൗണ്ടേഷൻ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. പിന്നെ എൻ്റെ കുറ്റമൊക്കെ തീർന്നിട്ട് ആളില്ല. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പം താമസിക്കാൻ ആളില്ലല്ലോ. ചേട്ടത്തിയുടെ മക്കളെന്ന് പറഞ്ഞാൽ മൂത്തതിന് 8 വയസ്സേ ഉള്ളൂ. അമ്മ മരിക്കുന്നു, അവർക്ക് കൊടുത്താറില്ല. പിന്നെ സഹോദരന്മാരോട് തന്നെ ഒരാൾ പറഞ്ഞു അവർക്ക് വീടുണ്ട്, അവർ ഇട വീട്ടിൽ താമസിക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു എനിക്ക് എഴിക്കൽ കൃഷ്ണൻ മകനാണ്, എനിക്ക് എഴിക്കൽ വീട്ടിൽ താമസിച്ചാൽ മതി, എഴിക്കൽ വാസവും. അപ്പൊ അത് മതി, എനിക്ക് എന്നെങ്കിലും ഷെയർ തരുമ്പോൾ എഴിക്കൽ ഭാഗം തന്നാണ് അവിടെ, അതാണ് അപ്പുറത്തോട്. പിന്നുള്ളത് ഞാൻ, എൻ്റെ നേരെ മൂത്തതാണ് മരിച്ചത്, പിന്നെ ഞാനാണുള്ളത്.
അന്ന് എല്ലാവരും കൂടെ കണക്ക് കൂട്ടി കൊഴിവ് കണ്ട തന്നെയാ. അത് എനിക്ക് തന്നു. അച്ഛൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് 7 പെങ്ങന്മാരുണ്ട്, അവർക്ക് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു, എവിടെ താമസിച്ചാലും കൊട്ടാരം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വീടുണ്ടാക്കി കുറെ സ്ഥലം മേടിച്ചൊരു കൊട്ടാരം ഉണ്ടാക്കിയാലും എന്റെ മനസ്സ് പോലെ വരത്തുള്ളൂ. ആര് എന്നാലും എന്റെ മനസ്സ് പോലെ എൻ്റെ അടുത്ത് വരത്തുള്ളൂ. ഇതൊന്നുമില്ലെങ്കിലും അങ്ങനെ എന്റെ മനസ്സ് പോലെ വരത്തുള്ളൂ. അച്ഛൻ 93 മരിച്ചതാ. ഇന്നും സഹോദരങ്ങളെല്ലാം വന്നാൽ ആര് വന്നാലും ഇവിടെ വന്നാലും അച്ഛൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് വരാമോ? ഞാനിവിടെ താമസിച്ചാലുണ്ട്, അവിടെ താമസിച്ചാലുണ്ട്, ഇവിടെ താമസിച്ചാലുണ്ട്, എവിടെ ആയാലും ഞാൻ തന്നെ. അപ്പൊ എവിടെന്നാ ഈ പുസ്തകമൊക്കെ മേടിച്ചത്? വാഗ്ബടാന്റെ പുസ്തകമൊക്കെ എവിടെന്നാ വാങ്ങാൻ കിട്ടുക? ഇവിടെയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഇതിന് ഒരാൾ പോയി വേറൊരാളോട് പറഞ്ഞു, എനിക്ക് ഇന്ന പുസ്തകങ്ങൾ ആത്മഹത്യ ലേഖമാണ്, പിന്നെ ആധ്യാത്മിക യുദ്ധം, ഇങ്ങനെ 3-4 പുസ്തകങ്ങൾ ഞാൻ അയാളെ കൊണ്ടുപോകാൻ. അതിൽ ഒരെണ്ണം അടിച്ചുകൊണ്ടില്ലേ ലേഖമാല. ഞാന് അമ്മയ്ക്ക് കൊണ്ടുതരാം. വാഗ്ബടാനന്ദന്റെ സമ്പൂർണ്ണ കൃതികൾ ഞാൻ കൊണ്ടുതരാം. ഞാനിങ്ങനെ വായിക്കുന്നു, പത്രം വായനയുണ്ട്. എന്നാലും കൊണ്ടുതരാം. കണ്ണാടിക്ക് പോകാറില്ല, കണ്ണാടിക്ക് പോകാറില്ല. അയ്യോ, 87 വയസ്സുള്ള ആളുടെ അവരൊക്കെ ഉണ്ടാക്കുന്നതിന് ഇത് എങ്ങനെങ്കിലും അങ്ങ് പോകണം. അമ്മയുടെ ശരിക്കും പേര് പറയൂ. ഇത്ര നേരമായിട്ടും പേര് ജാനമ്മ. ജാനമ്മ, എഴിക്കൽ ജാനമ്മ എന്നാണോ? അങ്ങനെയാണോ? എഴിക്കൽ. ഈ ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ മഹാദേവികാട്. മഹാദേവിയാട്. മഹാദേവികാട് എഴിക്കൽ കൃഷ്ണന്റെ മകൾ ജാനമ്മ. പണ്ടേ മഹാദേവികാട് തന്നെ പേര് തന്നെ. കാർത്തിക അങ്ങനെ അറിയോ? അല്ല, പണ്ട് ഈ അമ്പലമൊക്കെ പണ്ടൊക്കെ ഈ ബുദ്ധ ആയിരുന്നോ? അതറിയാമോ അതിനെ കുറിച്ച്? അതല്ലേ ഇവിടെ കരിമാടിക്കുട്ടൻ. ശ്രീബുദ്ധന്റെ സ്മാരകമായിട്ടുണ്ട്. ഈ തൃക്കുന്നപ്പുഴ ഇന്നലെ ഞങ്ങൾ പോയി, ശാസ്താ ക്ഷേത്രത്തിൽ പോയി. അതും പണ്ട് എങ്ങനെയായിരുന്നു? ഈ ബുദ്ധ ഇതായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ബുദ്ധന്റെ ആണ് അത്. തൃക്കുന്നപ്പുഴ ക്ഷേത്രം എങ്ങനെയുള്ളതെന്ന് എനിക്കറിയാം. ക്ഷേത്രത്തെ കുറിച്ചൊന്നും അറിയാം. ക്ഷേത്രങ്ങളായിട്ട് ബന്ധമില്ലല്ലോ. പിന്നെ ഇങ്ങനെ പണ്ട് കൊന്തളത്തൂന്ന് അയ്യപ്പൻ വന്നെന്നും അയ്യപ്പൻ തോട്ടപ്പള്ളിക്ക് പോകാനും അമ്പലപ്പുഴയ്ക്ക് പോകാൻ വന്നപ്പോൾ തൃക്കുന്നപ്പുഴ വന്ന് താമസിച്ചതാണ്. അങ്ങനെയൊക്കെ പറയുന്നു. പന്തളത്തൂന്ന് വന്നിട്ട് തൃക്കുന്നപ്പുഴ വന്നിട്ട് ആർക്കാ ബന്ധമില്ലാത്ത എല്ലാരും കമ്മ്യൂണിസ്റ്റ്. അന്നൊക്കെ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളൊക്കെ ഇല്ലേ? അന്ന് കമ്മ്യൂണിസം ഇല്ലല്ലോ, വന്നിട്ടില്ല. കമ്മ്യൂണിസം ഒക്കെ വന്നിട്ട് കുറച്ചാണല്ലേ ആവുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒളികേന്ദ്രങ്ങളായിരുന്നു. ശങ്കരദാസൻ തമ്പിയൊക്കെ വന്ന് താമസിക്കുന്നതിൽ അങ്ങപ്പുറത്തെ കടയിലൊക്കെ. ശങ്കരദാസൻ തമ്പി എത്ര ദിവസം അപ്പുറത്തെ കടയിൽ കൊണ്ട് ചോറ് കൊടുത്തു. അമ്മയോ? ഞാനല്ല, ശങ്കരദാസൻ തമ്പി, വേലായുധൻ തമ്പി, അവര് പലനക്കാരില്ലേ? പാണ്ഡവന്റെ പാണ്ഡവനോ? നമ്മൾ അനിതയുടെ വീട്. അവര് പാണ്ഡവത്താണോ അവരുടെ വീട്? അനിതയുടെ അനിത, ബാബുരാജ്, ഉണ്ണിരാജ്.
അങ്ങനെ ഈ ഇത്തരം വാഗ്ബടാനന്ദനും ശ്രീനാരായണനും ഒക്കെ ശ്രമിക്കുന്നത് പിന്നെയും ഇപ്പൊ നോക്കും തിരിഞ്ഞു പോയി അമ്പലങ്ങൾ പിന്നെയും വരികയാണല്ലോ. അമ്പലങ്ങൾ പിന്നെയും എല്ലാ വീട്ടിലും അമ്പലമല്ലേ? എല്ലാ വീട്ടിലും അമ്പലമാണ്. ഒരു കല്ലും വെച്ച് വിളക്കം വെച്ചു പിന്നെ അതേ. അമ്മയ്ക്ക് അങ്ങനെ ഈ ദൈവത്തിനെ ഇങ്ങനെ വിഗ്രഹത്തിനെ തൊഴാഞ്ഞിട്ട് ഒരു വിഷമമൊന്നും എനിക്ക് ഒരു വിഷമമില്ല. എല്ലാരും നാരായണ വാക്കുടാനന്ദൻ നല്ല ഒന്നാന്തരം മനസ്സിലാകത്തക്ക രൂപത്തിൽ പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്താ മംഗളമാലിക, പ്രാർത്ഥനാഞ്ജലി എന്നൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മംഗളമാലിക എഴുതിയത് വാര്യപടന്റെ പേരിലാണ് എഴുതിയത്. പിന്നെ പ്രാർത്ഥനാഞ്ജലി എഴുതിയത് വേറെ ആരുടെ പേരിൽ. ഓർമ്മയുണ്ടോ പ്രാർത്ഥനകള്? ആ പ്രാർത്ഥനകൾ ചൊല്ലുവോ? ഓർമ്മയുണ്ടോ? ഇപ്പൊ ഒന്ന് ചൊല്ലുവോ? ഒന്ന് ചൊല്ലു കേക്കട്ടെ. ആകാശത്തിലെന്നും സദാനന്ദാരി സൂര്യനായി സദാരാത്യൻ ജയിക്കുന്നു വേദാന്തകാലീശ്വരൻ. പൂവിൽ പരിമളം പോലെ പൂവിൽ പൊരുളൂലവേ ജീവനിൽ സത്യമായി വാഴും ദൈവമേ നീതുണക്കമേ. കരളിൽ കുടികൊള്ളുന്ന ആരണാത്മക ദൈവമേ പറഞ്ഞിടാനൊഴിഞ്ഞില്ല ശരണം പരമേശ്വര. അങ്ങോട്ട് കുറെ ഇനി ചൊല്ലു കേക്കട്ടെ. സത്യം സമത്വം സ്വാതന്ത്ര്യം കൃത്യബോധം ദയോദയം നിത്യാദിയാർന്ന സർവേശ നിത്യ ഞങ്ങൾ ജയിക്കണം. വന്ദിക്കുന്നവരിലും നിത്യം നിന്ദിക്കുന്നവരിലും സമം നന്ദി കാട്ടാൻ മനഃശക്തി തന്നിടണേ മഹേശ്വര. നരകക്കടലിൻ്റെ അങ്ങേ കരയ്ക്കൊക്കെ അതൊന്നും കൂടി ചൊല്ലു ആ വരി. വന്ദിക്കുന്നവരിലും നിത്യം നിന്ദിക്കുന്നവരിലും സമം നന്ദി കാട്ടാം. വന്ദിക്കുന്നവരെ നിന്ദിക്കുന്നവരെ സമമായിട്ട് നന്ദി കാട്ടാം. വന്ദിക്കുന്നവരിലും നിത്യം നിന്ദിക്കുന്നവരിലും സമം നന്ദി കാട്ടാൻ മനഃശക്തി തന്നിടയണേ മഹേശ്വര. നരകക്കടലിന്റെ അങ്ങേക്കരയ്ക്കാണ് മഹാസുഖം തരണം ചെയ്യുവാൻ നീതാൻ വരകബോധം മഹേശ്വര എന്നൊക്കെ. ഇതൊക്കെ ചൊല്ലുവോ? എന്നും ചൊല്ലുവോ? ഇതൊക്കെ മനസ്സിലുണ്ടല്ലോ. ഇത് യോഗങ്ങളൊക്കെ ചൊല്ലുവോ? ഈ യോഗങ്ങൾ സമ്മേളനത്തിൽ ഇതൊക്കെ ചൊല്ലുവോ? ഈ നാരായണ ഗുരുവിന്റെ ദൈവദശകം പോലെ അല്ലേ? ദൈവദശകം ഉണ്ടല്ലോ നാരായണ ഗുരുവിന്റെ. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം നിന്നിടം ദുഃഖുപോലുള്ള നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുണ്ടാതെ രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അതല്ല, അപ്പൊ ബാക്കിയുള്ളവരിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴൊന്നും പിൽക്കാലത്തൊക്കെ അപ്പൊ അമ്മ ഒരു ഒറ്റപ്പെട്ട ആളായില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ട്? എനിക്കൊന്നും തോന്നിയിട്ടില്ല. എല്ലാരും ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോണു അവര് പോകാൻ. അപ്പൊ ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും തോന്നിയിട്ടില്ല? എനിക്കൊന്നുമില്ല. അങ്ങനെ എനിക്കൊരു സന്തോഷമാണ് എപ്പോഴും. എനിക്കൊരു കാര്യമില്ലല്ലേ, ആണ് എന്റെ കാര്യം മാത്രം. അവരൊക്കെ അമ്പലത്തിൽ പോവുകയോ തൊഴാൻ പോവുകയോ ഉണ്ടെങ്കിൽ കഴിക്കും. അമ്പലത്തിൽ പോവാത്തതിന് അമ്മ ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ? ആര് പറയാൻ? അവര് പോണില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനല്ലേ പോകുന്നത്. ശരി ശരി. ഞാൻ നീ അമ്പലത്തിൽ പോകാത്ത എന്തിനാണ് ഇനി ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ആരും ചോദിച്ചിട്ടില്ല. ഇല്ല, എനിക്കിഷ്ടമല്ല, പോകുന്നില്ല. ഞാൻ അമ്മയ്ക്ക് പുസ്തകം കൊണ്ടുതരാം വാഗ്ഭടാനന്ദന്റെ. വായിച്ചാലും ഇല്ലെങ്കിലും സാരമില്ല. ഇതിന് സമ്പൂർണ്ണ ഹൃദയങ്ങളുണ്ടാവും. എങ്കിൽ ഇതൊന്ന് എഴുതിയെടുക്കാം. എന്താ എത്തിക്കുക? പിന്നെന്താ, ശശിയേട്ടൻ്റെ കയ്യിൽ കൊടുത്തേക്കാം. ഇപ്പൊ ഉണ്ടോ? അവൈലബിൾ ആണോ? പോലെ മതിയില്ലേ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്.
പിന്നെ പ്രായത്തിന്റെ അങ്ങനെ തോന്നില്ല, ഏഹ് വലിയ പ്രായം തോന്നില്ല. എനിക്ക് കൂടുതൽ ദൂരം നടക്കാൻ വയ്യ. 87. എത്ര വയസ്സ്? 87. അതിവേഗം ബഹുദൂരം വയ്യ. പിന്നെ പിന്നെ ഇവിടെ കുറച്ച് അവിടുന്ന് നടന്ന് ഇവിടെ വന്ന് ഇത്തിരി നേരം നിന്ന് പിന്നെ എവിടെങ്കിലും ഇരുന്നു. വല്ല മരുന്നുകൾ കഴിക്കുന്നുണ്ടോ സ്ഥിരം? അപ്പൊ അങ്ങനൊന്നും ഒരു മരുന്നുമില്ല, ഒന്നുമില്ല. ഒരു മരുന്നുമില്ല. എല്ലാ ഭക്ഷണവും കഴിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഒരു പനിയോ വല്ലതും വന്നാൽ റാവുവിൻ്റെ അടുത്ത് പറയുന്നു. ഇംഗ്ലീഷ് മരുന്ന്? അല്ല അല്ല, ആയുർവേദം. ആയുർവേദം. ആയുർവേദം കഴിച്ചിട്ടുള്ളൂ. ആ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. ഈ റാവു എന്ന് പറയണത് ആരാ? എൻ്റെ ഭർത്താവിൻ്റെ ബന്ധം ആയുർവേദ ഡോക്ടറാ? മുഴുവൻ പേരെന്താ? സത്യരാവ്. ഇവിടെയാണോ? അവന്റെ മോൻ എന്നാ അവിടെ വന്നിരുന്നു അച്ഛന്റെ ഇതിന്? വന്നിരുന്നോ? അവൻ എം ഡി ചെയ്യോ? ആ. അവൻ്റെ റാവുവിൻ്റെ അച്ഛനും വൈദ്യനായിരുന്നു, കൃഷ്ണൻ വൈദ്യൻ. കൃഷ്ണൻ വൈദ്യൻ. മുഴുവൻ പേരെന്താ? മുത്തിന്റെ അച്ഛന്റെ ശിഷ്യൻ ശരിക്കും എന്ത്? കൃഷ്ണശാസ്ത്രി. സ്വഭാവത്യായ ആഹാ. ആയുർവേദ ആ കൃഷ്ണൻ വൈദ്യൻ. പെരുന്നെല്ലി കൃഷ്ണ വൈദ്യരാണോ? അല്ലല്ല. അല്ല. കൃഷ്ണൻ വൈദ്യൻ. കൃഷ്ണൻ വൈദ്യൻ്റെ മകനാണ് സത്യറാവ്. ആഹാ. സത്യറാവുവിൻ്റെ മകനാണ് അവൻ്റെ പേരെന്ത്? കൃഷ്ണറാവ്. കൃഷ്ണറാവ്. ആ, ആ കുട്ടി ആയുർവേദം. അവന് പെട്ടുവേണ്ടത് എം ഡിക്ക് പഠിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ആണോ? അവൻ്റെ അനിയൻ അർജുൻ റാവ്. ആഹാ. രണ്ടാം പിള്ളേരാ സത്യറാവ്. ആയുർവേദം കഴിച്ചിട്ടുണ്ട്. ആയുർവേദം ജലോപ്പതി കഴിച്ചിട്ടില്ലേ? അന്ന് ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചവരൊക്കെ കുറെ പേരൊക്കെ ഉണ്ടോ? ഈ സമയത്തൊക്കെ വാഗ്ഭടാനന്ദൻ വന്ന് പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചവരും ഉണ്ടോ? ഉണ്ടല്ലേ? അച്ഛൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ആണോ? എൻ്റെ സഹോദരന്മാരല്ല. ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചത്? ഇംഗ്ലീഷ് സ്കൂള്. ഇംഗ്ലീഷ് മീഡിയം ഇല്ല, ഇംഗ്ലീഷ് സ്കൂൾ. ഇംഗ്ലീഷും പഠിച്ചു. അങ്ങനത്തെ സഹോദരനൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും. ആഹാ. രണ്ടാമത്തെ സഹോദരൻ സംസ്കൃതം പഠിച്ചു. ആ. പിന്നെ ബാക്കിയുള്ളവർ ഞങ്ങൾ മലയാളവും ഇംഗ്ലീഷും അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല? ഇംഗ്ലീഷ് പഠിക്കണവരും പഠിക്കാൻ അതൊന്നുമില്ല. അങ്ങനെയൊന്നും നേരെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർക്കോളാം. വാഗ്ഭടാനന്ദൻ ഈ ഇംഗ്ലീഷുകാരെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ? അതായത് ഇപ്പം അദ്ദേഹത്തിന് ഇംഗ്ലീഷുകാരെ തിരക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും നാട് നന്നാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അതല്ല, ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലീഷുകാർക്കെതിരായിട്ടുള്ള അവരെ ഓടിക്കാനുള്ള യുദ്ധം സമരമൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു? ഇംഗ്ലീഷുകാരെ ഓടിക്കാനുള്ളവരൊക്കെ അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യ കഴിഞ്ഞല്ലേ ഉത്തരവാദിത്വ ഭരണം വേണം എന്നൊക്കെ പറയുന്നൊക്കെ അത് കഴിഞ്ഞല്ലേ. അത് കഴിഞ്ഞല്ലേ കമ്മ്യൂണിസ്റ്റ് ഫൗണ്ടേഷൻ ഇതിലേക്കുള്ള കാര്യം. ഇതിനെന്താ അറിയില്ല. ഒന്നുമില്ല, ഇത്രയൊക്കെ അങ്ങനെയില്ല. എനിക്ക് ഇങ്ങനെ അതായത് വാഗ്ഭടാനന്ദൻ അവിടെ ആയിരുന്നല്ലോ പ്രവർത്തനമൊക്കെ. പിന്നെ ഇവിടെ വന്നു എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഈ സ്വാമി ബ്രഹ്മവ്രതൻ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായത് കൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മവ്രതനൊക്കെ ആണല്ലേ? അദ്ദേഹം നാട്ടിൽ വന്നു സംസ്കൃതം പഠിക്കാനായിട്ട് ഇവിടുന്ന് കുറച്ച് സാമ്പത്തികമൊക്കെ ഉള്ളവരാണ് പഠിക്കുന്നത്. അങ്ങനെ പോയി പഠിച്ചവരുടെ കൂട്ടത്തിൽ അവർ വന്നു കഴിഞ്ഞാണ് ബ്രഹ്മവ്രതനൊക്കെ ശിഷ്യന്മാരൊക്കെ വന്നത്. അതല്ല, ഇവിടെ അദ്ദേഹം എത്ര കാലമൊക്കെ താമസിച്ചിട്ടുണ്ടാവും ഈ വാഗ്ഭടാനന്ദൻ? കുറെ മാസങ്ങളൊക്കെ വന്ന ഒരുപാട് മാസം വന്നാൽ ഒരു മാസം വന്നു കഴിഞ്ഞാൽ ഒരു 10-20-25 ദിവസമൊക്കെ കഴിയുമ്പോൾ ആ മലബാർ പോകും. പോയി കഴിഞ്ഞ് വീണ്ടും വരും. ഇവിടെ ഇതൊക്കെ പ്രചരിപ്പിക്കണ്ടേ? അത് അവിടെ തന്നെ താമസിച്ചാലോ പോകും. ഇപ്പൊ ഇവൻ തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വരുന്ന പോലെ. എനിക്ക് പറയാൻ മറന്നുപോയ സ്ഥലം ഓണാട്ടുകര. ഓണാട്ടുകര എന്ന് പറയുന്നത് ഈ ഭാഗത്തിന് മൊത്തമുള്ള പേര്. പിന്നെ ഇവൻ വീട് പണിയിക്കാൻ ഇവിടെ വന്നു. എന്നിട്ട് തിരുവനന്തപുരത്തും വരുമല്ലോ, വന്നു കഴിഞ്ഞ് വീട് വെച്ചില്ലേ. അതുപോലെ വാഗ്ഭടാനന്ദൻ വന്നു ഇവിടെ കുറേ പ്രചരണത്തിനൊക്കെ വന്നു. കുറേയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു.
ഈ വാഗ്ബടാനന്ദന് കണ്ണൂരിലൊരു സംസ്കൃത പാഠശാല സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ അവിടെ പോയി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ലല്ലോ. ചെറിയ അദ്ദേഹത്തിനൊന്നും ചെറിയ പ്രായമല്ലേ. ഇവിടുന്ന് വരുന്നവരും ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും പഠിച്ചിട്ടുള്ളത്. പിന്നെ കുറേ ഉള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങോട്ട് വന്നത്. ഇവിടുന്നൊരു അയ്യപ്പൻ, നാണു, കുറേ ആൾക്കാർ പോയി, പ്രായമുള്ളവരാ പോയി. അവരവിടെ പോയി സംസ്കൃതമൊക്കെ പഠിച്ചു നിന്നപ്പം ചിലപ്പോൾ പുള്ളിച്ചുവരുടെ പ്രായമൊക്കെ കാണത്തുള്ളൂ. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ഒന്നായിരിക്കും. അതൊന്നും എനിക്കറിയാനില്ല. സമയത്രേ